ആറാട്ടണ്ണനെ പീഡിപ്പിച്ചെന്ന് ഞാൻ ആറാട്ടണ്ണന് വേണമെന്ന് പീഡിപ്പിച്ചെന്ന് ഒരിക്കലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു ചാനലിലും ഞാൻ പറഞ്ഞിട്ടില്ല ആറാട്ടണ്ണന് എന്നെ ചെയ്യാൻ വേണം. അലൻ ജോസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ നേക്കഡായിട്ട് കിടക്കണം, അതായത് ഷോർട്ട് ഫിലിം ചെയ്യണം. പിന്നെ ഈ ചെകുത്താനെന്ന് പറഞ്ഞവൻ അവൻ എന്തർത്ഥത്തിലാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത്? ഈ 2 ദിവസത്തിന് മുന്നേ അവൻ എന്നെക്കുറിച്ച് മോശമായിട്ട് അതിൽ പറഞ്ഞു. അതിൻ്റെ ആറാട്ടണ്ണൻ അങ്ങനെ പോവില്ല, പിടിക്കില്ല, പറിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഏതർത്ഥത്തിൽ? നമസ്കാരം. ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കിയും അലിൻ ജോസ് പെരേരയും ഒരു ഷോർട്ട് ഫിലിം സംവിധായകനായ വിനീതും ചേർന്ന് ഒരു യുവതിയെ കെട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു എന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റായ ട്രാൻസ് വുമണാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായത്. ഇവർ ചേരാനല്ലൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് FIR എടുക്കുകയും ഒക്കെ ചെയ്തു. ഇവർക്കൊപ്പം 2 പ്രതികൾ കൂടി ഉണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഒരു ബ്രൈറ്റും അഭിലാഷുമാണ്. എന്താണ് അന്ന് സംഭവിച്ചതെന്ന് വ്യക്തമാക്കും. ഇപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടേണ്ട കാരണം എന്ന് പറഞ്ഞാൽ വിനീത് 1-ാം പ്രതി, ബ്രൈറ്റ് 2, അതുപോലെ തന്നെ അലൻ ജോസ് 3, ആറാട്ടണ്ണൻ 4, പിന്നെ അഭിലാഷ് എന്ന് പറഞ്ഞാൽ 5 പ്രതികൾക്കെതിരെയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് മൂവ് ചെയ്തത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാതെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് ചിറ്റു ഫെറിയുടെ അടുത്ത് ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഈ വിനീത് എന്ന് പറഞ്ഞ പ്രതി എൻ്റെ അടുത്തേക്ക് വരികയും ഒരു പിന്നെ സിനിമയുടെ ഭാഗമെന്ന് പറഞ്ഞിട്ട് ആൾ കഥ പറയാമെന്ന് പറഞ്ഞ് വരികയും പിന്നെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആളുടെ സെക്സ്വലായിട്ട്, അതായത് എൻ്റെ കൈ 2ഉം ബാക്കിൽ കെട്ടിയിട്ടിട്ട്, എൻ്റെ 2 കൈയും ബാക്കിൽ കെട്ടിയിട്ടിട്ട് വായിൽ തുണി കയറ്റി തിരുമ്മി വെച്ചിട്ട് ഇവൻ്റെ പല ഭാഗങ്ങളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരികയും എൻ്റെ കട്ടിൽ മാറി കിടക്കുകയും ചെയ്തു. ഹൗസ് ഓണർ ഇതറിഞ്ഞില്ല. കഥ പറയാനായിട്ട് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് കാണാം, അതല്ലേ നല്ലത്. അല്ലാതെ ഇങ്ങനെ റൂമിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ചെയ്യേണ്ട പരിപാടി എന്നല്ലല്ലോ. കാര്യം ഇവിടെ ഫാമിലി പല ആൾക്കാരും താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ്. എറണാകുളം സംബന്ധിച്ച് ഒരു ട്രാൻസിന് വീട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കോഫി ഷോപ്പ്. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല, കഥ പറഞ്ഞിട്ട് വേഗം പൊക്കോളാം. അങ്ങനെ പറഞ്ഞ ആളിൻ്റെ റൂമിൽ കയറി വന്നിട്ട് പിന്നെ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആളുടെ ഡ്രസ്സ് ഊരിയിട്ട് ഭാഗങ്ങളെല്ലാമായിട്ട് എൻ്റെ ദേഹത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, സെക്ഷുവലായിട്ട് നല്ല രീതിയിൽ എന്നെ ചെയ്തിട്ടുണ്ട് പുള്ളി. അതിലെനിക്ക് പറയുന്നതിൽ യാതൊരു മടിയില്ല. കാരണം അത്രമാത്രം ദുരന്തം വിനീത് എന്ന് പറഞ്ഞ ആളുടെ ഭാഗത്തു നിന്ന് എനിക്ക് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞതാണ്. 5-ാം ദിവസമാണ് ഹൗസ് ഓണർ കണ്ടുപിടിക്കുന്നത്. ഹൗസ് ഓണർ കണ്ടില്ല, എൻ്റെ കൂടെ ആളുള്ള കാര്യം ഹൗസ് ഓണർ അറിയില്ലായിരുന്നു. 5 ദിവസവും ഇവൻ അവിടെ തന്നെ 5 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ അലൻ ജോസും വിനീത് എന്ന് പറഞ്ഞ ആൾ 5 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 5 ദിവസം കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു താൻ എന്താടോ ഇവിടെ നിൽക്കുന്നത്, ഇതൊക്കെ ഫാമിലി താമസിക്കുന്നത്, എനിക്ക് അപ്പം ഞാൻ നിന്നെ മാരേജ് ചെയ്യാൻ പോണതല്ല, ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു ഇതും കൂടെ തീരുമാനം വേണ്ടേ, മാരേജ് ആണ്, അത് എൻ്റെയും കൂടെ തീരുമാനം ഇല്ലാണ്ട് മാരേജ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞില്ല, ഞാൻ ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണെന്ന് പറയും. പിന്നെ ഇവൻ ഇങ്ങനെയൊക്കെ കാണിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹൗസ് ഓണർ വന്ന് വാതിൽ തുറന്നപ്പോൾ വിനീത് ഹോളിംഗ് ബെല്ലടിച്ചപ്പോൾ വിനീത് എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നെ കെട്ടാൻ പോകുന്ന ആളാന്ന് പറഞ്ഞാൽ മതി ഓണറിൻ്റെ അടുത്ത്. അപ്പോൾ ഓണർ വന്ന് വാതിൽ തുറന്നപ്പോൾ ഓണർ എൻ്റെ അടുത്ത് ചോദിച്ചു നിരഞ്ജനെ ആരാ റൂമിലുള്ളത്, ആളെ കാണിക്കുന്നവരെ. അപ്പോൾ ഇവൻ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നു. വിനീതെന്ന് പറഞ്ഞു ബാത്റൂമിൽ കയറി ഒളിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ജെനുവിനായിട്ടുള്ള ഒരാളാണെങ്കിൽ ഓപ്പണായിട്ട് വന്ന കാര്യങ്ങൾ സംസാരിക്കണം. അതാണല്ലോ ഒരു വ്യക്തിയുടെ ഇത്. അല്ലാണ്ട് വാതിലടച്ച ബാത്റൂമിൽ ഇപ്പോൾ ഒളിച്ചിരിക്കേണ്ട നല്ല ശീലമല്ലല്ലോ. ഞാൻ വാതിൽ തുറന്ന് കൊടുത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് ഇവൻ പറഞ്ഞ പോലെ എന്നെ കല്യാണം കഴിക്കാൻ പോണ ആളാണ്. അപ്പം ഓണർ പറഞ്ഞ് എനിക്കത് വിശ്വാസമാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ആളെ കൊണ്ടുവരില്ലേ. അപ്പോൾ ഇതുവരെ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോഴല്ലേ. അതാണ് ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സാറ് വിളിച്ചോ, കാരണം ഇതിൽ എനിക്ക് യാതൊരു കുഴപ്പമൊന്നും തോന്നില്ല. കാര്യം എനിക്ക് എൻ്റെ കയ്യിൽ കള്ളത്രമൊന്നും ഇല്ല. സാറ് വിളിച്ചോ, ജെനുവിനായിട്ട് തന്നെ പറഞ്ഞു സാറ് വിളിച്ചോ. പിന്നെ ഇത്രയും പ്രതികൾ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അതും കുറേ ആൾക്കാർ ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയുമായിട്ട് തന്നെ വന്നതാണ്. ഈ അഭിലാഷ് എന്ന് പറഞ്ഞവൻ അവൻ പല ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിട്ട് കിജഡ എന്ന് പറഞ്ഞ് മുദ്ര കുത്തേണ്ട കാര്യം അവന് ഒരു റൈറ്റും ഇല്ല. കിജഡയാണോ കിജഡയല്ലയോ ട്രാൻസ് ആണോ ട്രാൻസ് അല്ലയോ അത് ഞാൻ തീരുമാനിക്കാം. എൻ്റെയാണ് ചോയ്സ്, എൻ്റെ ശരീരം എനിക്കറിയാം ഏതാണെന്ന്. പിന്നെ ഇവൻ കിജഡ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കിജഡയുടെ പേരിലാണ് ഈ അഭിലാഷ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ ഞാൻ മൊഴി കൊടുത്തിരിക്കുന്നത്, മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിരിക്കുന്നത്. കിജഡ എന്നുള്ള മുദ്ര കുത്തിയത് കൊണ്ടാണ് ഇവന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രകാരമാണ് ഞാൻ പരാതി മൂവ് ചെയ്തിരിക്കുന്നത്.
പിന്നെ മറ്റുള്ള പ്രതികളെ ഈ പിന്നെ ബ്രൈറ്റ് എന്ന് പറഞ്ഞവൻ്റെ വീട്ടിൽ ഞാൻ പോയി കിടക്കണം എന്നും പറഞ്ഞ് വിനീത് എന്നെ സമീപിച്ചു. നല്ല രീതിയിൽ അവൻ്റെ വീട്ടിൽ അഭയമുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സൊക്കെ അവിടെയാണ് കിടക്കുന്നത്. ഇവൻ കൂട്ടിക്കൊടുക്കുന്ന ആളാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതാണ് ഈ പറഞ്ഞ ഇവൻ്റെ പേരിലുള്ള കേസ്. ഇവൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ കാണണം, നീ ഏത് സർജറി ചെയ്ത ഭാഗമൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് ഈ ബ്രൈറ്റ് എന്നെ സമീപിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന പ്രതി ഈ ആറാട്ടന് മെയിൻ താരം എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ആറാട്ടണ്ണനാണ് പുള്ളിക്കാരൻ ഈ പറഞ്ഞ ഗ്യാങ്ങിനെയൊക്കെ ഇറക്കി വിട്ടിട്ടാണ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ എൻ്റെ അടുത്ത് വിനീത് പറഞ്ഞു ഒരു കഥ പറയാനുണ്ട്, എല്ലാവരും കൂടെ ഈ എടപ്പള്ളിയുടെ ഭാഗത്ത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ ഞാൻ പോയി ഈ ആറാട്ടണ്ണനെയും പറഞ്ഞ അലൻ ജോസിനെയും ബ്രൈറ്റിനെയും ഇവരെല്ലാ ഗ്യാങ്ങിനെയും അവിടെ വെച്ച് കാണുകയും ചെയ്തതാണ്. കണ്ട് സംസാരിച്ചപ്പോൾ ഇവരുടെ ഉദ്ദേശം വേറെ ഏതാണെന്ന് മനസ്സിലായി. കാര്യം ഇവർ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട്, ആ സഹിതം ഞാൻ കേൾപ്പിക്കാനും തയ്യാറാണ്. പല റെക്കോർഡുകളുമുണ്ട്. ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ശരി ഓക്കെ, ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമല്ലേ, സംസാരിക്കാം എന്ന് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ വിധം മാറുക. ഞങ്ങളുടെ കൂടെ കാക്കനാട് ലോഡ്ജിൽ താമസിക്കണമെന്ന്. ഇവർക്ക് കാക്കനാട് വാഴക്കാട് ഒരു ലോഡ്ജുണ്ട്, അവിടെ വെച്ചാണ് ഈ ബ്ലഡി നൈറ്റിൻ്റെ ഷൂട്ട് ചെയ്തത്. അവിടെ എന്നെ കൊണ്ടുപോവുകയും ചെയ്തതാണ്. അവിടെ ഞാൻ തെളിവെടുപ്പിന് പോയിട്ടില്ല അങ്ങോട്ടേക്ക്, പക്ഷെ പോകണമെന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വന്നാൽ അതും പോകാൻ തയ്യാറാണ്. അവിടെ എന്നെ കൊണ്ടുപോവുകയും അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് അവൻ്റെ ഹൗസ് ഓണർ പറഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ വിധം മാറി വിനീത് എന്നെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്തു. പിന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്നെ കല്യാണം കഴിക്കണം. അത് ഏത് റൈറ്റിൽ ഏതാണ് ആളുടെ ഉദ്ദേശം? എൻ്റെ ചോയ്സ് എൻ്റെയാണ്. വിനീത് എന്ന് പറഞ്ഞ ഒരാൾ പ്രതി, അതായത് ഈ പറഞ്ഞ ഒന്നാം പ്രതിക്ക് എന്നെ മാരേജ് ചെയ്യണം. അത് ഏത് റൈറ്റ്? കാരണം എൻ്റെയും കൂടെ ചോയ്സ് വേണ്ടേ? കാരണം ഞാൻ തീരുമാനിക്കേണ്ട ആരെ മാരേജ് ചെയ്യണമെന്ന് ആരെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ തീരുമാനമാണ്. അത് എൻ്റെ തീരുമാനം ഇല്ലാണ്ട് മാരേജ് ചെയ്യണമെന്ന് പറഞ്ഞ് വിനീത് ബ്രൈറ്റിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ പറഞ്ഞ് എനിക്ക് നിരഞ്ജനേനെ ഇഷ്ടം. അടി തൊട്ട് മേഖല വരെ ഇവൻ എനിക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്നു, വീടുപകരണങ്ങളെല്ലാം മേടിച്ചു തന്നു, ടാബ്ലറ്റ് ഹോർമോൺ വരെ മേടിച്ചു തന്നു. അപ്പോൾ ഈ പറഞ്ഞ ആറാട്ടണ്ണൻ്റെ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അതില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആറാട്ടണ്ണൻ്റെ ലോകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെന്നെ സമീപിക്കുകയും ഈ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പിലുള്ളവർ ഇവരുടെ ഗ്യാങ്ങിൽ, അതായത് ഈ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്ന ഗ്യാങ്ങിൻ്റെ അടുത്തേക്ക് ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവർ പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് ഈ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പുകാർ എന്നെ വിളിച്ച് സമീപിച്ചു. എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. എൻ്റെ തെളിവായ റെക്കോർഡുണ്ട്. പിന്നെ ഏത് റൈറ്റിലാണ് ഹൈക്കോടതിയുടെ പേപ്പർ വെച്ചിട്ട് കളിക്കാൻ കാരണം? എനിക്കത് അറിയേണ്ടത്. ഒരു ഹൈക്കോടതിയുടെ ഒരു നിയമം ഇല്ലാണ്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു തെളിവില്ലാണ്ട് ഒരിക്കലും അത് നിയമവിരുദ്ധമാണ്. ഒരു പേപ്പറിൽ എൻ്റെ നമ്പറൊക്കെ എഴുതിയിട്ട് എനിക്ക് മെസ്സഞ്ചറിൽ ബ്രൈറ്റ് അയച്ചു തരിക, എന്നിട്ട് ബ്രൈറ്റ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു. അത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയണം. ആറാട്ടണ്ണനെ പീഡിപ്പിച്ചെന്ന് ഞാൻ ആറാട്ടണ്ണനെ വേണമെന്ന് പീഡിപ്പിച്ചെന്ന് ഒരിക്കലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു ചാനലിലും ഞാൻ പറഞ്ഞിട്ടില്ല. പീഡിപ്പിച്ചത് വിനീത് എന്ന് പറഞ്ഞ പ്രതിയാണ്. ആറാട്ടണ്ണനെ എന്നെ ചെയ്യാൻ വേണം, എൻ്റെ ശരീരത്ത് കാണാതെ ഞാൻ തന്നെയല്ല. 2 ദിവസത്തിന് മുന്നേ ഒരു ട്രാൻസ് വുമണിന് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അവൾ സകല ഡീറ്റെയിൽസും പുറത്തോട്ടിട്ടുണ്ട്. ഈ ആറാട്ടണ്ണന് ആവശ്യമുണ്ട്. ആറാട്ടണ്ണൻ ചോദിച്ചു, വിനീതിൻ്റെ അടുത്ത് പറഞ്ഞു നിരഞ്ജനയുടെ നേക്കഡായിട്ട് കിടക്കുന്ന ആ ഒരു ഇത് കാണിക്കാമോ, തുണിയില്ല ഡ്രസ്സില്ലാതെ കിടക്കുന്ന ആ സർജറി ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റില്ല, അതിൻ്റെ ആവശ്യം വിനീത് ഇല്ല. അപ്പോൾ പറഞ്ഞ് എടപ്പള്ളിയിൽ അവർ വരും, നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എടപ്പള്ളിയിൽ എന്നെ കൊണ്ടുപോയി. ഇവരെല്ലാവരും ഉണ്ട് അവിടെ. എന്നിട്ട് അപ്പം തന്നെ പോവുകയും ചെയ്ത്. എടപ്പള്ളി വെച്ച് ഇവർ ചോദിച്ചു, ഇങ്ങനെയാണ് ഒരു ഷോർട്ട് ഫിലിമാണ്, നേക്കഡായിട്ട് കിടക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്, അത് ട്രാൻസ്ജെൻഡറായ തനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റില്ല. അപ്പോൾ പറഞ്ഞു അയ്യോ അങ്ങനെ പറയല്ലേ എന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിന് അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിയാതെയും വേണ്ട, എന്ത് അധികാരത്തോടെ താനീ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ വിഷയം മാറ്റി. അയ്യോ ഞാൻ ചോദിച്ച സോറി എന്ന് പറഞ്ഞ ആളങ്ങ് പോവുകയും ചെയ്തു. അലൻ ജോസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ നേക്കഡായിട്ട് കിടക്കണം, അതായത് ഷോർട്ട് ഫിലിം ചെയ്യണം. ഇവൻ്റെ പേരിൽ പരാതി കൊടുത്തതെന്ന് പറഞ്ഞാൽ വിനീതിൻ്റെ വാട്സപ്പ് കോളിൽ നിന്ന് എന്നെ കോൾ ചെയ്തിട്ട് ഇവൻ ഡ്രസ്സില്ലാതെ കിടക്കുന്ന ഒരു ഭാഗം എന്നെ കാണിച്ചത്. അപ്പോൾ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്ത്. അതാണ് എനിക്ക് ഇവനോടും ശരിക്കും ദേഷ്യം വന്നത്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അവൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ പിടിവാശി വെച്ച് ഒരു ട്രാൻസ്ജെൻഡർ, ഇവൻ എല്ലാവരോടും പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡറിനെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇവൻ പക്കാ ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായത് ഇവരുടെ ഗ്യാങ്ങിൽ ഒരുപാട് സ്ത്രീകൾ അകപ്പെടുന്നുണ്ട്. കാര്യം മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ആറാട്ടണ്ണൻ്റെ ലോകം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്.
ആ ഗ്രൂപ്പ് മുഖാന്തരമാണ് ഇവരെന്നെ സമീപിച്ചത്. ആ ഗ്രൂപ്പുകാർ പറയുന്നുണ്ട് പല സ്ത്രീകളും ഇവരുടെ ട്രാപ്പിലുണ്ടെന്ന്. പല സ്ത്രീകളെ ഇവരെ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ലോഡ്ജിൽ റൂം എടുത്തിട്ട് പരിപാടി നടത്തല ഇവരുടെ ജോലി. അതൊന്നും നല്ല നിയമമല്ലല്ലോ. കാരണം സ്ത്രീകൾക്ക് ജീവിക്കണ്ടേ ഈ നാട്ടിൽ. പിന്നെ എവിടെ പോകും? പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് ജീവിക്കണ്ടേ? എവിടെ പോകും? ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അത് നിനക്ക് പറ്റിയ റോൾ, ഒരു ട്രാൻസ് വുമണിന് പറ്റിയ റോൾ അതിലുണ്ട്, നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ നല്ല ക്യാരക്ടറാണെങ്കിൽ, കാര്യം ഈ വേറെ രീതിയിലുള്ള ക്യാരക്ടറിന് എനിക്ക് പറ്റില്ല, നല്ല ക്യാരക്ടർ തരുവാണെങ്കിൽ ഞാനത് നല്ല രീതിയിൽ ചെയ്യാം. കാര്യം എനിക്കറിയാം അഭിനയിക്കാൻ നല്ല കഴിവുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, തരുവാണ്, നല്ല കഥാപാത്രമാണ്, തരുവാണ്, ഞാൻ ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ പറഞ്ഞാണ് ഈ വിനീത് പിന്നെ എനിക്ക് പല ഫോട്ടോകൾ, അതായത് വൈറൽ മൂഡ് ഷോർട്ട് ഫിലിമാണ് എന്നൊക്കെ പറഞ്ഞ് പല ഫോട്ടോകളും എനിക്ക് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ട് ഫോണിലൊക്കെ കിടപ്പുണ്ട്. എന്നിട്ട് പറഞ്ഞ് ഈ രീതിയിലുള്ള ഷൂട്ടാണ്, കഥ എഴുതിക്കൊണ്ടിരിക്കുക, 10-ാം തീയതി ഷൂട്ട് തുടങ്ങും എന്ന് പറഞ്ഞു. 10-ാം തീയതി ഷൂട്ടൊന്നും തുടങ്ങിയില്ല. ഇവന്മാർ എന്നെ വെച്ചിട്ട് ഇവന്മാർക്ക് പല രീതിയിലും പരിപാടി നടത്തണമായിരുന്നു. അത് നടക്കില്ല എന്നറിഞ്ഞപ്പോഴാണ് പല കൊട്ടേഷൻ ടീമിനെയും കൊണ്ട് എൻ്റെ ഫോണിൽ ഭീഷണി കോൾ വരുന്നുണ്ട്. പിന്നെ ഈ ചെകുത്താനെന്ന് പറഞ്ഞവൻ, അവൻ എന്തർത്ഥത്തിലാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത്? ഈ 2 ദിവസത്തിന് മുന്നേ അവൻ എന്നെക്കുറിച്ച് മോശമായിട്ട് അതിൽ പറഞ്ഞു. അതിൻ്റെ ആറേട്ടനെ അങ്ങനെ പോകില്ല, പിടിക്കില്ല, പറിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഏതർത്ഥത്തിൽ? ആറാട്ടൻ ഇവരൊക്കെ ഗ്യാങ്ങിൻ്റെ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവരുടെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഈ പീഡനത്തിൻ്റെ ഗ്യാങ്ങാണ്. പെണ്ണുങ്ങൾ ഈ ആറാട്ടനെ വഴി കൂടെ പോയാലും ഒരു പെണ്ണിനെ വിളിക്കും, നോക്കും, ചിരിക്കും, എന്നിട്ട് പിന്നെ അവരുടെ ചന്തി കയറി പിടിക്കുക. അത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിയമവിരുദ്ധമാണ് ഇതൊക്കെ. അതൊക്കെ മോശം തന്നെയാണ്. ഒരു സ്ത്രീയുടെ അപമാനിക്കുന്ന രീതിയിൽ തുല്യമാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവരുടെ കളി. വിനീത് എന്ന് പറഞ്ഞ ആളാണ് ഉപദ്രവിച്ചത്. ബാക്കി 4 പേരെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊടുക്കൽ. വിനീത് എന്ന് പറഞ്ഞ ആൾ അവർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിച്ച്, അവർക്ക് താല്പര്യമുണ്ട് എന്നെ നേക്കഡായിട്ട് ഒരു ഷൂട്ട്, അതായത് ഒരു ഷോർട്ട് ഫിലിം വെച്ചിട്ട് നേക്കഡായിട്ട് കിടക്കുന്ന രീതിയിലൊരു ഷോട്ട് എടുത്തിട്ട് അത് വൈറലാക്കണം, അതായിരുന്നു ഇവരുടെ ജോലി. അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് വിനീത് എൻ്റെ വായിൽ തുണി കുത്തിക്കയറ്റി വെച്ചിട്ട് പല രീതിയിൽ ചെയ്താൽ നോക്കിയത്. എന്തായാലും വിനീത് എന്ന ഷോർട്ട് ഫിലിം സംവിധായകനാണ് ഇവരെ ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് വർക്കിയും അലിൻ ജോസ് പെരേരയും ഇവരെ പീഡിപ്പിച്ചിട്ടില്ല. പക്ഷേ സന്തോഷ് വർക്കി ഇവളുടെ നഗ്ന ശരീരം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഇയാൾക്ക് കാണണമെന്ന് പറഞ്ഞിരുന്നു. കൂടാതെ അലിൻ ജോസ് പെരേര വാട്സപ്പ് കോളിലൂടെ അയാളുടെ നഗ്ന ശരീരം ഇവരെ കാണിച്ചു എന്നും പറയുന്നുണ്ട്. മറ്റു പ്രതികളായ ബ്രൈറ്റും അഭിലാഷും ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തു എന്നും ആരോപിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഇവരെ കൂടി ഈ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് അസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.